പ്രൈസ് ലോർഡ്. Praise the Lord. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. इस सुंदर समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദിവസനെതിരായിരിക്കാൻ ദൈവത്താൽ ലഭ്യമായ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. इस सुबह के समय इस प्रकार हालेलुया प्रार्थना में एक साथ आने के लिए जो समय प्रभु की ओर से मिला है उसके लिए मैं प्रभु को धन्यवाद करता हूँ। ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ദീപപാസനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. आदरणीय प्रभु के दास दीपू पास्टर के लिए प्रभु का धन्यवाद करता हूँ। കർത്താവിന്റെ ദാസൻ ഷോജയ്ക്കായി കർത്താവിന് സ്തോത്രം. भाई शोजो के लिए भी परमेश्वर को धन्यवाद करते हैं। ഈ പ്രാർത്ഥന ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കുമായി കർത്താവിനെ സ്തുതിക്കുകയാണ്. और इस सभा में जुड़े हुए सभी लोगों को प्रभु यीशु के नाम में मैं परमेश्वर को महिमा देता हूँ। എല്ലാവരെയും പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. आज सुबह के समय पवित्र आत्मा हर एक लोगों को आशीषित करने पाए। വാക്യങ്ങൾ വായിച്ച് നിങ്ങളുമായി ദൈവജനം പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. एक वचन पढ़कर कुछ बातों को कुछ वचनों को आपके बीच में मैं बांटना चाहूंगा। മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം मरकुस रचित सुसमाचार उसका पहला अध्याय ഇതിന്റെ 16 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. उसके 16वें पद से लेकर 20वें पद तक के वचनों को मैं पढ़ना चाहूंगा। അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനാകുന്ന അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. അവിടെ നിന്നും അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സബേദയുടെ മകനാകുന്ന യാക്കൂബും അവന്റെ സഹോദരനാകുന്ന യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെ വിളിച്ചു. അവർ അപ്പനായ സബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. गलील की झील के किनारे किनारे जाते हुए उसने शिमोन और उसके भाई अंद्रियास को झील में जाल डालते देखा, क्योंकि वे मछुए थे। यीशु ने उनसे कहा, मेरे पीछे आओ, मैं तुमको मनुष्यों के मछुए बनाऊंगा। वे तुरंत जालों को छोड़कर उसके पीछे हो लिए। कुछ आगे बढ़कर उसने जबदी के पुत्र याकूब और उसके भाई यूहन्ना को नाव पर जालों को सुधारते देखा। उसने तुरंत उन्हें बुलाया और वे अपने पिता जबदी को मजदूरों के साथ नाव पर छोड़कर उसके पीछे हो लिए। ഇവിടെ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യനും അന്ത്രയോസും കടലിൽ വല വീശുകയായിരുന്നു. और हम देखते हैं शिमोन और अंद्रियास नाम के दो लोग जाल डाल रहे थे। ഈ സമയത്താണ് യേശു അവരെ സമീപിക്കുന്നത്. ऐसे समय में यीशु मसीह उनके पास आए हैं। യേശു പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ. यीशु ने उनसे कहा कि मेरे पीछे आओ। ഈ സമയത്ത് അവരെല്ലാം വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ അനുഗമിക്കുകയായിരുന്നു. और उन्होंने सब कुछ छोड़ छाड़ कर यीशु के पीछे वे लोग हो लिए। അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ യാക്കോബും യോഹന്നാനും വലകൾ നന്നാക്കുന്നവരായിരുന്നു. और कुछ दूरी पर आगे जब वो बढ़े तो याकूब हालेलुया और यूहन्ना वहां पर जाल को सुधार रहे थे। യേശു അവരോടും പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ. यीशु ने उनसे भी कहा कि तुम मेरे पीछे हो लो। വലകളെല്ലാം വിട്ടുകളഞ്ഞ് യേശുവിനെ അവർ അനുഗമിച്ചു. और उन लोगों ने भी अपने जालों को छोड़कर यीशु के पीछे हो लिए। യേശു കർത്താവിന് 12 ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. यीशु मसीह के 12 चेले थे। വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ് കർത്താവ് അവരെല്ലാം കൂട്ടിച്ചേർത്തത്. अलग अलग जगहों से अलग अलग स्थानों से उन सबों को यीशु ने इकट्ठा किया। ഇതാ ഇവിടെ മീൻ പിടിക്കുന്ന 2 ശിഷ്യഗണങ്ങളെ കർത്താവ് അവരെ യേശുവിന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. यहाँ पर मछली पकड़ने वाले 2 शिष्यों को 2 चेलों को यीशु अपने पास बुला रहे हैं। വല നന്നാക്കുന്നവരെ കർത്താവ് അരികിൽ വിളിക്കുകയാണ്. जालों को सुधारने वाले या फिर उसको ठीक करने वाले 2 लोगों को भी यीशु अपने पास बुला रहे हैं। ബൈബിൾ പറയുന്നു, അവർ അവനെ അനുഗമിച്ചു എന്നാണ് വാക്യം. बाइबल कहती है कि वे लोग यीशु के पीछे हो लिए। വലയും പടകുമെല്ലാം വിട്ട് കളഞ്ഞിട്ടാണ് അവർ യേശുവിനെ അനുഗമിച്ചത്. उन्होंने अपने नावों को अपनी जालों को छोड़कर यीशु के पीछे वे हो लिए। അനുഗമനത്തിന്റെ ഏറ്റവും വലിയ പ്രധാന മേഖല എന്നുള്ളത് ചിലതിനെ നാം വിട്ടുകളയുവാൻ തയ്യാറാകുക. प्रियो, यीशु के पीछे होने का सबसे पहला काम हमारा यही है कि जिन्हें हमें छोड़ना है उन चीजों को हमें छोड़ना पड़ेगा। അബ്രഹാമിനെ നമുക്കറിയാം, മെസ്സൊപ്പൊട്ടോമിയ വിട്ടിട്ടാണ് താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പുറപ്പെട്ടു പോയത്. अब्राहम का जीवन हम जब देखते हैं हालेलुया मकदूनिया को छोड़कर जिस देश को परमेश्वर दिखाने पर थे उस देश की ओर वो निकले हैं। പുറപ്പാടിന്റെ ഏറ്റവും വലിയ മേഖല എന്നുള്ളത് ദൈവം പറഞ്ഞതിനെ വിടുക എന്നുള്ളതാണ്. और निकलने से पहले या एक निर्गमन से पहले परमेश्वर का सबसे बड़ा हालेलुया काम यही है कि हमें जो छोड़ना है उसे छोड़ना पड़ेगा। ഈ ദിവസങ്ങളിൽ കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഒരു പുറപ്പാടിന് വേണ്ടി കൊതിക്കുന്നവർ, ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയമായതും ഉപേക്ഷിക്കുവാൻ കഴിയാത്തതുമായ ചിലത് നാം വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് പുറപ്പെടുവാൻ കഴിയുള്ളൂ, കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയുകയുള്ളൂ.
और इन दिनों में जो लोग यीशु का पीछा करना चाहते हैं, यीशु के पीछे चलना चाहते हैं, जो एक निर्गमन के लिए इंतजार कर रहे हैं, हालेलुया, आपसे मैं कहना चाहता हूं, सबसे पहले जो कुछ हमें छोड़ना है, उन चीजों को, उन बातों को छोड़ना पड़ेगा, तो ही हम उसका पीछा कर सकते हैं। അത് ചിലപ്പോൾ ചിലത് നമുക്ക് നഷ്ടമാകേണ്ടി വരാം, ചിലത് ഉപേക്ഷിക്കേണ്ടി വരാം, ചിലത് പോയി और പോയി എന്നൊക്കെ തോന്നുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകാം ജീവിതത്തിൽ. और हमें अपने जीवन में हालेलुया ऐसे समय में ऐसा लगेगा कि जो हमें काफी अच्छा लगता था, जो हमारे काफी प्रिय था, उन्हें हमें छोड़ना पड़ सकता है, काफी वस्तुओं को हमें छोड़ना पड़ सकता है। हालेलुया, वो सब कुछ हमारे जीवन में एक नष्ट के रूप में हमें दिख सकता है। മിസ്രൈമിൽ നിന്നും ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിക്കുമ്പോൾ और मिस्र के देश में से जब परमेश्वर अपने लोगों को बाहर निकाल लेकर आ रहे थे, നമുക്കറിയാം അവരുടെ പിൻകാല ജീവിതം ചുറ്റുള്ളിയും ചുമന്നുള്ളിയൊക്കെ കഴിച്ച് ഇറച്ചിക്കലത്തിന്റെ അരികിലിരിക്കുന്നവരായിരുന്നു. और हम जानते हैं वे लोग वहां पर बहुत ही सुखदायक मांस को और इस प्रकार के अच्छे अच्छे भोजनों को खाकर जीने वाले लोग थे। പക്ഷെ അവർക്ക് വലിയൊരു പ്രോമിസ്, വലിയൊരു വാഗ്ദത്തമുള്ള ഒരു ജനതയായിരുന്നു അവർ. मगर इस्राएली लोगों के जीवन में परमेश्वर के एक बड़ी वायदा थी। കല്ലുകൾ ഇരുമ്പായുള്ളതും താമ്രങ്ങൾ വെട്ടിയെടുക്കുന്നതും നദികളും പുഴകളും അരുവികളും തടാകങ്ങളൊക്കെയുള്ള മനോഹര ദേശത്തിലേക്ക് അവർ പുറപ്പെട്ടു പോകണമെങ്കിൽ परमेश्वर ने कहा कि हालेलुया, उस सुंदर देश में जहां पर अच्छे अच्छे हालेलुया नदियां हैं, जहां पर अच्छे अच्छे झरने हैं, अच्छे अच्छे हालेलुया लोहों के द्वार है, वहां पर यदि पहुंचना है, ഇറച്ചിക്കലങ്ങൾക്കരികിലിരുന്നാൽ ഒരിക്കലും അവർക്ക് ആ വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കുവാൻ കഴിയുകയില്ല. देखो, अगर उस मांस के हालेलुया या फिर उस रसोई में जहां पर अच्छे अच्छे मांस पकते हैं, वहां पर अगर वो बैठे रहते तो वो कभी भी संभव नहीं था। അതുകൊണ്ട് അവരിതെല്ലാം വിട്ടെങ്കിൽ മാത്രമേ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് അവർക്ക് പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. अगर वे लोग इन सारी आशीषों को छोड़ेंगे तो ही परमेश्वर के बताए हुए अनुग्रह में वे प्रवेश कर पाएंगे। അല്ലാത്ത പക്ഷം എന്നും അവർ ജീവിതകാലം മുഴുവനും അടിമത്ത മേഖലകളിൽ കുടുങ്ങപ്പെടേണ്ടവരായി ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വന്നേനെ. अगर हालेलुया वे इस्राएली लोग उन आशीषों को छोड़ने के लिए, मिस्र देश की आशीषों को छोड़ने के लिए तैयार नहीं होते, तो हमेशा वहां की बंदुआई में एक हालेलुया बंदी के समान उन्हें रहना पड़ता। ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ, ഒരു വിടുതൽ കൊതിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലത് നാം വിട്ടുകളയുവാൻ തയ്യാറാകുക. परमेश्वर के प्रियो, यदि हम अपने जीवन में हालेलुया, जो लोग स्वतंत्रता को, एक आजादी को अपने जीवन में चाहते हैं, हालेलुया, मैं आपसे कहना चाहता हूं, जो कुछ हमें छोड़ना है, हम अपने जीवन से छोड़ना पड़ेगा। അവനെ അനുഗമിച്ചവർ ചിലത് വിടുവാൻ തയ്യാറായി. परमेश्वर के पीछे जो लोग हो लिए हैं, उन्होंने जिनको जो छोड़ना था, उन्होंने उन सारी चीजों को छोड़ दिया। അവരുടെ പടകും വലയും എല്ലാം വിട്ടിട്ടാണ് അവർ യേശുവിനെ അനുഗമിച്ചത്. यहाँ पर हम देखते हैं उन्होंने अपना नाव, अपना जाल सब कुछ छोड़कर वो यीशु के पीछे हो लिए हैं। ഈ ദിവസങ്ങളിൽ ഒരു വലിയ അഭിഷേകം കൊതിക്കുന്നവർ, ഒരു വലിയ ദൈവിക ശുശ്രൂഷകൾ കൊതിക്കുന്നവർ, ഒരു വലിയ ദൈവമഹത്വം ചുമക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ലൈഫിൽ നിന്ന് ചിലത് നാം വിട്ടുകളയുവാൻ തയ്യാറാകുക. इन दिनों में जो एक बड़ी सेवकाई को जो लोग चाहते हैं, परमेश्वर के बड़े अभिषेक को जो चाहते हैं, हालेलुया, हमें जो अपने जीवन में छोड़ना है, हम छोड़ने के लिए तैयार हो जाएं। എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ നമുക്ക് ഉയരുവാൻ കഴിയുകയുള്ളൂ. अगर ऐसे हम करेंगे तो ही परमेश्वर जिस प्रकार हमसे चाहते हैं उस प्रकार हम आगे बढ़ पाएंगे। നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഒരു ഇടയനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. और हम जानते हैं पवित्र शास्त्र में दाऊद नाम का एक चरवाहा था, അദ്ദേഹത്തിന്റെ തൊഴിൽ ആടുമേയ്ക്കുക എന്നുള്ളതായിരുന്നു. और उनका काम यही था कि वो भेड़ बकरियों को चराते थे। ഒരിക്കൽ അപ്പൻ തന്റെ ഭവനത്തിലേക്ക് ദാവീദിനെ വിളിച്ചു വരുത്തി. और एक दिन ऐसा हुआ कि दाऊद के पिता ने दाऊद को अपने घर में बुलवाया। കാരണം മറ്റൊന്നുമല്ല, वजह और कुछ नहीं था, രാമയിൽ നിന്ന് വന്ന വയോധികനാകുന്ന ഒരു പ്രവാചകന്റെ കൈകളിൽ ആ രാജ്യത്തിന്റെ രാജാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള അഭിഷേക തൈലമുണ്ടായിരുന്നു. देखो हालेलुया, हम जानते हैं रामा से आए हुए परमेश्वर के अभिषेक थे, उनके हाथ में उस देश के लिए राजा चुनने का अभिषेक का तेल लेकर वो आए हुए थे। അത് ദാവീദിന്റെ ശിരസിൽ ഒഴിക്കപ്പെടണം. और उस तेल को दाऊद के सर पर डाला जाना था। അതിനുവേണ്ടി ദാവീദിനെ കാട്ടിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. उस काम के लिए दाऊद जो जंगल में था, अपने हालेलुया घर में उसके पिता ने बुलवाया। സത്യത്തിൽ ശൗമേൽ പ്രവാചകൻ വീട്ടിൽ വരുമ്പോൾ ഇശായി ഉൾപ്പെടെ മറ്റ് 7 കുഞ്ഞുങ്ങളെയും 8 പേരെയും ശുദ്ധീകരിച്ചുവെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. और वचन इस प्रकार कहता है कि जब शमूएल नबी उस घर में जब पहुंचे तो इशाई के साथ बाकी 7 बच्चों को, उन 8 लोगों को उसने शुद्ध किया। പക്ഷെ അവിടെ ഒന്നും ഒരു അഭിഷേകത്തിന്റെ തൈലം പകരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. मगर उनमें से किसी के ऊपर भी अभिषेक का तेल गिरते हुए हम नहीं देख सकते हैं। ദാവീദ് തന്റെ അരികിലെത്തുമ്പോൾ ഒന്നും നോക്കിയില്ല, ദാവീദിന്റെ ശിരസിലേക്ക് ആ തൈലം എടുത്ത് ഒഴിക്കുകയായിരുന്നു. मगर दाऊद जैसे ही अपने घर में पहुंचा तो उसने और कुछ देखा नहीं, हालेलुया, अभिषेक के तेल को उसके सर पर डाल दिया गया। ഭക്തന്മാരെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും അവരുടെ ഒന്നും ശിരസിൽ വീഴാത്തൊരു അഭിഷേക തൈലം ദാവീദിന്റെ മേൽ വീണു. देखो, बाकी जितने लोग वहां पर थे जो अपने को श्रेष्ठ समझते थे, मगर उन सब के ऊपर जो तेल नहीं गिर पाया, ऐसा एक अभिषेक का तेल दाऊद के ऊपर आया है।
പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അഭിഷേക തൈലം അല്ലെങ്കിൽ ഒരു ദൈവസ്പർശനം ഉണ്ടായാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. परमेश्वर के प्रियो, यदि हालेलुया सुबह के समय परमेश्वर के अभिषेक का तेल जब आपके ऊपर आ जाता है तो आपके जीवन में एक पवित्रताई हो जाती है। യേശു പറഞ്ഞ ഈ വചനം കേൾക്കുകയും നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറിയിരിക്കുന്നു. यीशु ने कहा, तुम जो इन वचनों को सुनते हो तुम पवित्र हो चुके हो। ദാവീദിനെ ശുദ്ധീകരിക്കാനൊന്നും നോക്കിയില്ല, അഭിഷേക തൈലം എടുത്ത് അവന്റെ ശിരസിൽ ഒഴിക്കുകയായിരുന്നു. दाऊद जब वहां पर पहुंचा तो उसको शुद्ध करने की हालेलुया प्रक्रिया उन्होंने हालेलुया फॉलो नहीं किया, सीधा सीधा वो अभिषेक का तेल उसके सर पर डाल दिया था। എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവേശിപ്പാൻ ഇടം കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണം സംഭവിക്കും. परमेश्वर के प्रियो, यदि मैं और आप उस पवित्र आत्मा के कामों के लिए अपने आप को समर्पित करेंगे तो पवित्र आत्मा की हालेलुया पवित्रताई हमारे ऊपर आने पाएगी। ദാവീദിന്റെ ശിരസിൽ അഭിഷേക തൈലം വീഴുന്നതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. बाइबल हमें सिखाती है कि दाऊद के सर पर अभिषेक का तेल आ जाता है। പിന്നീട് ദാവീദ് കാട്ടിലേക്ക് പോവുകയാണ്. वापस दाऊद जो है जंगल में चला जाता है അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്നത് ഭയങ്കര ദൈവശക്തിയുടെ പ്രവൃത്തികൾ മാത്രമായിരുന്നു. और दाऊद के जीवन में जो कुछ हो रहा था वो परमेश्वर के सामर्थ्य के काम थे जो हर दिन प्रकट हो रहे थे। തന്റെ ആട്ടിൻ കൊച്ചുങ്ങളെ പിടിക്കുവാൻ വന്ന കാട്ടുമൃഗങ്ങളെ താൻ കൊന്നുകളയുന്ന ഒരു അന്തരീക്ഷങ്ങളൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. और हम देखते हैं उसके हालेलुया भेड़ों को पकड़ने के लिए जो हालेलुया जानवर वहां पर आए थे उनको वो पकड़कर फाड़ देता है। ഒരിക്കൽ അപ്പൻ വീട്ടിലേക്ക് വിളിച്ചു സഹോദരങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു വിടാൻ വേണ്ടി. और एक दिन पिता ने अपने घर में दाऊद को बुलवाया ताकि अपने भाइयों के पास वो भोजन लेकर जाए। അങ്ങനെ ആ പടക്കളത്തിലേക്ക് ദാവീദ് ഭക്ഷണവുമായി പോകാൻ ഒരുങ്ങുമ്പോൾ और उस युद्ध भूमि में जहां पर उसके भाई लोग थे वहां पर दाऊद भोजन लेकर जा रहा था। അപ്പൻ കൊടുത്ത ഭക്ഷണം മാത്രമല്ല ദാവീദ് തന്റെ കൈകളിൽ എടുത്തത്. दाऊद ने केवल अपने पिता के दिए हुए भोजन नहीं थे जो अपने हाथों में लिया था, കാട്ടുകള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കവണയും തന്റെ കൈകളിൽ ഉണ്ടായിരുന്നു. मगर उसके हाथों में हालेलुया उसने एक अच्छा गोफेर भी हालेलुया उसने अपने हाथ में लिया हुआ था। മറ്റു അപ്പൻ കൊടുത്തുവിട്ട ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ തന്നെ തന്റെ ആയുധം എടുക്കുവാൻ താൻ മറന്നുപോയില്ല. और हालेलुया पिता के भोजन को जो अपने हाथ में लिए हुए थे मगर अपना हथियार भी वो लेना नहीं भूला। സത്യത്തിൽ നിന്നെ കാത്തിരിക്കുന്ന വലിയൊരു ദൈവപ്രവൃത്തിയുടെ സമയങ്ങളുള്ളപ്പോൾ നിന്റെ ആയുധങ്ങൾ എടുക്കുവാൻ നീ മറന്നു പോകരുത്. हालेलुया परमेश्वर के सामर्थ्य के साथ साथ आपके हथियारों को भी आप लेना ना भूले प्रियो। ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയായിരിക്കാം, ഉപവാസമായിരിക്കാം, ആരാധനയായിരിക്കാം, എന്തുമാകട്ടെ അവനവന്റെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ആയുധങ്ങളുണ്ട്. देखो हालेलुया हो सकता है कि प्रार्थना होगी, आराधना होगा, उपवास होगा, ये छोटे छोटे हथियार जो प्रभु ने दिए हैं हालेलुया वो अपने हाथों में जरूर ले। ദാവീദിന്റെ ആയുധം എന്ന് പറഞ്ഞ കാട്ടുവള്ളികൾ കൊണ്ടുണ്ടാക്കിയ കവണയായിരുന്നു. और दाऊद का हथियार था उसके हाथों में जो उसने लिया हुआ था, അത് അവൻ എടുക്കുവാൻ മറന്നുപോയില്ല. मगर वो उसको लेना नहीं भूला। അവനവന്റെ സാധനം എപ്പോഴും കൈകളിൽ എടുക്കുക. वो हमेशा हालेलुया अपने अपने हथियारों को अपने हाथों में रखे। നിങ്ങൾക്കറിയാം 38 വർഷമായി ബെഥെസ്ദ എന്ന് പറയുന്ന കുളത്തിന്റെ കരയിൽ കിടന്നൊരു മനുഷ്യനെ കുറിച്ച് കാണാൻ കഴിയും. और हम वचन में एक व्यक्ति के बारे में देख सकते हैं जो 38 साल से उस बेतेस्दा नाम के कुंड के किनारे पड़े हुए हैं। യേശുവിനെ സമീപിച്ചിട്ട് പറയുകയാണ്, നിന്റെ കിടക്കെടുത്ത് നടക്കുക. यीशु उसके पास आकर कहते हैं कि हालेलुया तू अपना खाट उठा और चलना फिरना शुरू कर। അവൻ ആ കുളത്തിന്റെ കരയിൽ വെച്ച് സൗഖ്യമാകുന്നത് സത്യമാണ്. देखो वो उस कुंड के पास ही चंगा हो रहा है, बिल्कुल सही बात है। പക്ഷെ സൗഖ്യമായി മടങ്ങുമ്പോൾ യേശു പറയുന്നു, നിന്റെ കിടക്കയുമായി പൊക്കോണം. मगर ये चंगाई पाने के बाद जब वो लौट रहा था तब यीशु ने उससे कहा कि अपना अपना खाट बिस्तर उठाकर ले जा। എനിക്ക് തോന്നുന്നു 38 വർഷം അവൻ ആ ബെഡിൽ കിടക്കുകയാണ്. मैं विश्वास करता हूँ कि 38 साल से वो उस बिस्तर पर पड़ा हुआ है। 2 വർഷമല്ല ആ ബെഡിൽ കിടന്നത്, 38 വർഷം. 1 या 2 साल नहीं प्रियो, 38 साल वो उसी खाट पर पड़ा हुआ था। നമുക്കറിയാം 2 വർഷം നമ്മളൊരു ബെഡ് യൂസ് ചെയ്താൽ അതിന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. हम जानते हैं 2 साल लगातार एक बिस्तर का जब हम इस्तेमाल करते हैं तो उसकी अवस्था बिल्कुल दयनीय हो जाती है। അങ്ങനെയാണെങ്കിൽ 38 വർഷമായി അവൻ കിടന്ന ബെഡും എടുത്തുകൊണ്ട് പോകാനാണ് യേശു പറഞ്ഞത്. अगर ऐसा है तो 38 साल से जो उस बिस्तर पर पड़ा हुआ था यीशु अब कह रहे हैं कि तू अपना खाट और बिस्तर लेकर जा। എത്ര പഴകിയാലും നിന്റെ സാധനം നീ അവിടെ എടുത്തുകൊണ്ട് പോകും. देखो कितना भी पुराना क्यों ना हो, जो तेरी चीजें हैं वो तू उठाकर ले जा। ചിലരെ നമ്മൾ കണ്ടിട്ടില്ല, അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ബൈക്ക് ഒന്ന് കേടായാലും ഏതെങ്കിലും വീട്ടിൽ ഇവർ കയറ്റി വെക്കാറുണ്ട്. कुछ लोगों को हम देखते हैं जब यात्रा के दौरान यदि बाइक खराब हो जाता है तो वे लोग अपने बाइक को दूसरे किसी के घर पे जाकर छोड़ देते हैं। ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വരും, തിരിച്ചു പോകുമ്പോൾ അവരുടെ ബൈബിളൊക്കെ ആ പ്രാർത്ഥന സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ പോകുന്നത്. और हमने ऐसे भी लोगों को देखा है जो लोग प्रार्थना के लिए बाइबल लेकर आते हैं मगर वापस घर जाते समय बाइबल वहीं पर छोड़कर भूलकर वो वापस चले जाते हैं। പിന്നീട് ഒരു പുരാവസ്തു പോലെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണാം. फिर वो एक हालेलुया एक पुरानी वस्तु के समान वहां पर पड़ा पड़ा हम देख सकते हैं। യേശു പറയുന്നു, അവനവന്റെ സാധനം എടുത്തുകൊണ്ട് പോവുക.
मगर यीशु मसीह कहते हैं कि अपने अपने सामान को वापस ले जाओ। എന്തുമാകട്ടെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഒരുപക്ഷെ എന്തുമാകട്ടെ അത് നിങ്ങളുടെ കൈകളിലൊന്നും ഉണ്ടായിരിക്കണം. परमेश्वर के प्रियो, हालेलुया, आपके हाथों में दी गई छोटी बड़ी जो कोई चीज क्यों ना हो, जो प्रभु ने दिया है, उसके वो उन चीजों को आप अपने हाथों में रखें। നിങ്ങളുടെ ആയുധങ്ങളെ നിങ്ങൾ കയ്യിലെടുക്കുവാൻ മറന്നു പോകരുത്. आप अपने हथियारों को अपने हाथ में रखना ना भूले। ദാവീദിന്റെ കൈകളിൽ വാളോ വടിയോ കുന്തമോ ഒന്നുമില്ല, പക്ഷേ കാട്ടുവള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചു കമണയുണ്ടായിരുന്നു. और दाऊद के हाथ में तलवार, हालेलुया, इस प्रकार के हथियार नहीं थे, मगर उसके हाथ में, हालेलुया, उसका छोटा सा एक हथियार ही था। അതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. और उस छोटे से हथियार के सहारे परमेश्वर उसके जीवन में अद्भुत करना चाहते हैं। അങ്ങനെ കവണയുമായിട്ടാണ് ദാവീദ് ആ താഴ്വരകളിലേക്ക് പോകുന്നത്. दाऊद अपने उस छोटे से हथियार को लेकर उस तराई में जाते हुए हम देख सकते हैं। താഴ്വരയിൽ എത്തിയപ്പോൾ 3 ഓഫറുകളാണ് താൻ കേൾക്കുന്നത്. और जब उस तराई में दाऊद जब पहुंचे तो 3 प्रकार का ऑफर उन्हें मिला। ഈ യുദ്ധം ജയിക്കുന്നവന് ഞാൻ എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും, ഒന്നാമത്തെ ഓഫർ. और वहां के राजा ने बोला कि इस युद्ध को जो भी जीतेगा उस व्यक्ति के साथ मैं अपनी बेटी की शादी करा दूंगा। രണ്ടാമത്തെ ഓഫർ അവനും അവന്റെ കുടുംബവും ഇനി ആയുസ് കരമടയ്ക്കേണ്ടി വരികയില്ല. और दूसरा ऑफर जो राजा ने दिया कि जो भी इस युद्ध को जीतेगा उसको जीवन भर अब कर नहीं भरना, टैक्स नहीं भरना पड़ेगा। മൂന്നാമത്തെ ഓഫർ ഞാൻ അവനെ ബഹുസമ്പന്നനാക്കും. और तीसरा ऑफर जो राजा ने उनको दिया कि जो इस युद्ध को जीतेगा उसको मैं बहुत ही धनी बना दूंगा। നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടോ, നിങ്ങളുടെ മുമ്പിൽ ഓഫറുകൾ ഉണ്ടായിരിക്കും. देखो, यदि आपके ऊपर परमेश्वर का अभिषेक है, आपके सामने ऑफर हमेशा रहेगा। നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്. आपके सामने नए नए अवसर प्रकट होने जा रहे हैं प्रियो। പക്ഷെ അതെല്ലാം പ്രയോജനപ്പെടണമെങ്കിൽ मगर उन सबको यदि आपको इस्तेमाल करना है, ദാവീദ് പറയും, എന്റെ സ്വന്തം കാട്ടുവള്ളികൾ കൊണ്ടുണ്ടാക്കിയ കവണ എനിക്ക് ആവശ്യമാണ്. तो दाऊद इस प्रकार कहता है कि हालेलुया, जिस हथियार को मैंने जंगली, हालेलुया, दाखलताओं से बनाया है, हालेलुया, उसकी मुझे जरूरत है। പരിശുദ്ധാത്മാവിനോട് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഓഫറുകൾ വെളിപ്പെടാൻ പോകുകയാണ്. परमेश्वर की आत्मा मुझसे कह रही है कि आपके सामने नए नए ऑफर्स प्रकट होने जा रहे हैं। ദാവീദിന്റെ ജീവിതം നോക്കി ഒരു ചാൻസും ഒരു ഓഫറുകളും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. दाऊद का जीवन जब हम देखते हैं, उसके जीवन में कोई संभावनाएं, जो इस प्रकार के अवसर नहीं थे। പക്ഷെ ദൈവ സാന്നിധ്യം എന്ന് ചുമക്കുവാൻ തുടങ്ങിയോ, എന്ന് ദൈവ സാന്നിധ്യത്തിലേക്ക് ജീവിതം നയിക്കുവാൻ തുടങ്ങിയോ, തന്റെ മുമ്പിൽ അവസരങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങി, ഓഫറുകൾ വെളിപ്പെടുവാൻ തുടങ്ങി. मगर जब से वो परमेश्वर की उपस्थिति में जीने लगे हैं, जब से परमेश्वर के अभिषेक को ढूंढने लगे हैं, तब से ऑफर उनके सामने प्रकट होने लगा है। ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ ഓഫറുകൾ വെളിപ്പെടാൻ പോകുകയാണ്. यह समय, इस साल के शुरुआती समयों में मैं आत्मा में भविष्यवाणी आप लोगों से कर रहा हूं। नए नए ऑफर आपके सामने आने जा रहे हैं। ദാവീദിന് മനസ്സിലായി തന്റെ ജീവിതം ചേഞ്ച് ആകാനുള്ള സാധ്യതയാണ് തന്റെ ഫ്രണ്ടിൽ വെളിപ്പെട്ടിരിക്കുന്നത്. दाऊद को समझ आया कि ये मेरे जीवन को बदलने वाला हालेलुया एक समय है जो प्रभु ने मेरे को दिया है। അതുകൊണ്ട് ദാവീദ് പ്രാണൻ കൊടുത്തും യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. इसलिए अपना प्राण त्याग कर भी, हालेलुया, दाऊद जो है उस युद्ध के लिए तैयार हो गया। ദാവീദ് യുദ്ധക്കളത്തിലേക്ക് യുദ്ധത്തിനായി ഒരുങ്ങുമ്പോൾ തന്റെ സഹോദരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. दाऊद जब युद्ध के लिए, हालेलुया, वहां पर तैयार होते हैं तो उसके भाई ने उससे इस प्रकार पूछा ദാവീദ്, നീ ആടുകളെയൊക്കെ എവിടെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്? कि है दाऊद, तू अपने भेड़ बकरियों को कहां छोड़कर आया है? സത്യത്തിൽ നമുക്കറിയാമല്ലോ ദാവീദ് ഒരു ആട്ടിടയനാണ്. और हम जानते हैं दाऊद जो है एक चरवाहा है। ആട്ടിൻകുട്ടികൾക്ക് വേണ്ടി സിംഹത്തോട് പോലും മല്ലിട്ട മനുഷ്യനാണ് ദാവീദ്. देखो, हालेलुया, अपने भेड़ बकरियों के लिए, हालेलुया, जंगली शेर से भी उसने लड़ाई लड़ी है। കാട്ടുമൃഗങ്ങളോട് സിംഹത്തോടും കരിയോടൊക്കെ മല്ലിട്ട് തന്റെ ആട്ടിൻകുട്ടികളെ രക്ഷിച്ചൊരു ഇടയനായിരുന്നു ദാവീദ്. दाऊद अब जंगली जानवरों के हाथ से उनसे लड़ाई लड़कर अपने भेड़ बकरियों को सुरक्षित रखने वाला एक अच्छा चरवाहा था। താൻ ചെയ്യുന്ന ജോലിയോട് അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു. देखो, दाऊद जो काम करते थे अपने काम के प्रति, वो इतने वफादार रहने वाले एक व्यक्ति हैं। പക്ഷെ ഇപ്പോഴിതാ ദാവീദ് അതിനെയൊക്കെ അവറ്റകളെ മുഴുവനും വിട്ടുകളഞ്ഞു. मगर दाऊद को अभी देखते हैं कि अपने सारे भेड़ बकरियों को उसने एक जगह छोड़ दिया है। ഇതൊന്ന് കൂലിക്കാരന്റെ കൈകളിൽ വിട്ടുകളഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടായിരിക്കാം ദാവീദ് ഈ കളത്തിലേക്ക് വന്നത്. मुझे ऐसा लगता है कि दाऊद ने, हालेलुया, अपने मजदूरों के हाथों में उन भेड़ बकरियों को सौंप कर वो यहाँ पर युद्ध करने के लिए आया होगा। അതുവരെ ആടുകളെ ചുറ്റിപ്പറ്റി സംരക്ഷിച്ച ഇടയൻ ആടുകളെയൊക്കെ ആരുടെയോ പക്കൽ വിട്ടുകളഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് വന്നിരിക്കുകയാണ്. देखो, उस समय तक, हालेलुया, अपने भेड़ बकरियों को सुरक्षित रखने वाला अच्छा चरवाहा अब युद्ध करने के लिए उस युद्ध भूमि में आया हुआ है। യഥാർത്ഥ യുദ്ധം നിന്റെ അകത്തേക്ക് കയറിയാൽ നിനക്ക് പ്രിയമായതൊക്കെ നീ വിട്ടിരിക്കും. परमेश्वर के प्रियो, जो वास्तविक युद्ध, हालेलुया, यदि आपके हृदय में बैठ जाए, उसके बारे में बात आपके हृदय में आ जाए, तो बाकी सारी चीजों को जो छोड़ना है आप छोड़ दोगे। ഒരുപക്ഷെ ഇതുവരെ വിടുവാൻ മനസ്സിലാതെ സംരക്ഷിച്ചുകൊണ്ട് നടന്നതിനെയൊക്കെ അറിയാതെ മനസ്സുകൊണ്ട് സ്വതവേ വിട്ടിരിക്കും. देखो, उस समय तक दाऊद के लिए जो काफी प्रिय था, हालेलुया, उन सारे प्रिय वस्तुएं जो भेड़ बकरियां थी, हालेलुया, उन सबको छोड़ने के लिए हम तैयार हो जाते हैं।
കാരണം ദാവീദ് പോലും അറിയാതെ ദാവീദിന്റെ അകത്തേക്ക് യഹോവയുടെ യുദ്ധം പ്രവേശിച്ചു കഴിഞ്ഞു. क्योंकि दाऊद भी नहीं जान पाया, मगर दाऊद के हृदय में परमेश्वर का युद्ध प्रकट हो चुका था। രാജ്യങ്ങളെ വിടുവിക്കുവാനുള്ള യുദ്ധം അവന്റെ അകത്തേക്ക് സ്വർഗം ഇട്ട് കഴിഞ്ഞു. राज्यों को छुड़ाने के लिए एक युद्ध जो है, उस युद्ध की बात दाऊद के हृदय में बैठ चुकी थी। ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു, ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ചിലത് വിട്ടുകളയുവാൻ പരിശുദ്ധാത്മാവിന് പകൽ ആലോചന പറയുകയാണ്. आज सुबह हालेलुया, सुबह के समय में आत्मा में एक भविष्यवाणी करता हूँ। हालेलुया, परमेश्वर की आत्मा कह रही है कि उस बड़े युद्ध के लिए जो कुछ आपको छोड़ना होगा, उसे छोड़ने के लिए तैयार हो जाए। യുദ്ധം നിന്റെ അകത്ത് കയറിയാൽ വിടേണ്ടത് മുഴുവൻ ഈ പ്രഭാതത്തിൽ നീ വിട്ടിരിക്കും. हालेलुया, युद्ध परमेश्वर की ओर से उस युद्ध यदि आपके हृदय में अगर उस बात को अगर वो बैठा दे, तो जो कुछ छोड़ना है सब कुछ पर आप छोड़ दोगे। ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ദൈവസഭകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ചിലതിനെ വിടുവാൻ എന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. परमेश्वर के कलीसिया के लिए, परमेश्वर के हालेलुया राज्य के लिए एक युद्ध लड़ने के लिए हालेलुया परमेश्वर की महान उपस्थिति जो है आज आपके ऊपर उतर कर आ रही है। സത്യത്തിൽ നാം ചിലത് വിട്ടെങ്കിൽ മാത്രമേ ജയകരമായിരിക്കുന്ന ഒരു യുദ്ധം നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. परमेश्वर के प्रियो, जो कुछ हमें छोड़ना है, यदि हम उसको छोड़ेंगे तो ही एक जयवंत युद्ध हम कर सकेंगे। രാജ്യങ്ങളെ നമുക്ക് വിടുവിക്കണമെങ്കിൽ കാട്ടിലെ ആട്ടിൻപറ്റങ്ങളെ നാം ആരുടെയെങ്കിലും പക്കൽ വിട്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. यदि राज्यों को, राष्ट्रों को हमें छुड़ाना है, तो जंगल में हालेलुया रहने वाले उन भेड़ बकरियों को हमें किसी के हाथ में सौंपना पड़ेगा। എനിക്ക് തോന്നുന്നു അവന് മനസ്സിലായി, കാട്ടിലെ ആട്ടിൻപറ്റങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ കടന്നാൽ ഒരിക്കലും എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കുവാനോ ആ രാജ്യത്തിന്റെ രാജാവാകുവാനോ കഴിയുകയില്ല. और दाऊद इस बात को समझ गया कि यदि मैं इन भेड़ बकरियों को देखता जिंदगी भर यहीं पर पड़ा रहूं, तो मैं ना ही हालेलुया छुटकारा पा पाऊंगा और उस युद्ध में शामिल भी नहीं हो पाऊंगा। അതുകൊണ്ട് ആടുകളേക്ക് ആരുടെ പക്കൽ വിട്ടിട്ടാണ് അവൻ താഴ്വരകളിലേക്ക് യുദ്ധത്തിനായി വന്നിരിക്കുന്നത്. इसलिए उन भेड़ बकरियों को किसी के हाथ में सौंप कर अब वो तराई में युद्ध के लिए आए हुए हैं। അതെല്ലാം ഒരു ദൈവത്തിന്റെ നിയോഗമായിരുന്നു. ये सब कुछ परमेश्वर की एक अगुवाई थी प्रियो। അതാത് സമയത്ത് ദൈവഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രകാശിക്കപ്പെടുന്ന, ചലിക്കപ്പെടുന്ന ദൈവികമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ദൈവികമായിരിക്കുന്ന വെളിപ്പാടുകളുണ്ട്. और ठीक ठीक समय पे परमेश्वर के दासों के हृदय में प्रकट होने वाले कुछ अगुवाइयां हैं, कुछ प्रकाशन होते हैं इस प्रकार के। നിയോഗങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുന്നവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. जो परमेश्वर की ओर से मिली हुई अगुवाइयों के लिए, प्रकाशनों के लिए हालेलुया मेहनत करते हैं, कीमत देते हैं, उनके लिए मैं प्रभु का धन्यवाद करता हूँ। ആടുകളെ വിട്ടുകളഞ്ഞത് കൊണ്ടാണ് ദാവീദിന് പിന്നീട് ആ യുദ്ധങ്ങളിൽ ജയിക്കുവാനും പങ്കെടുക്കുവാനും കഴിഞ്ഞത്. देखो या दाऊद ने अपने जीवन में जो उनके भेड़ बकरियां थी, उनको छोड़ने के लिए वो तैयार हुआ, इस वजह से वो आगे को उस युद्ध में शामिल हो पाया है। ഈ ദിവസങ്ങളിൽ ചിലതിനെ വിടുവാൻ തയ്യാറാകുക. इन दिनों में हम भी जो चीजें छोड़नी है उसे छोड़ने के लिए तैयार हो जाए प्रियो। എല്ലാം വിടണമെന്ന് പരിശുദ്ധാത്മ പറയുന്നില്ല. पवित्र आत्मा नहीं कहता कि सब कुछ छोड़ दो। അവനവനോട് ദൈവാത്മാവിന്റെ നിർദ്ദേശപ്രകാരം, നിയോഗപ്രകാരം വിട്ടുകളയേണ്ടത് മുഴുവൻ വിട്ടുകളയുക. मगर परमेश्वर की आत्मा की अगुवाई में जो कुछ आपको छोड़ने के लिए प्रभु कहते हैं, उन सारी चीजों को आप छोड़ दें। എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയൂ. तभी हम परमेश्वर हालेलुया हमारा इस्तेमाल कर पाएंगे। നമുക്കറിയാം എലീശ എന്ന് പറയുന്ന പ്രവാചകൻ. एलीशा नाम के उस भविष्यवक्ता को भी हम जानते हैं। അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു, ഒരു കാള കൂട്ടുന്ന വ്യക്തിയായിരുന്നു. वो एक किसान थे, हालेलुया अपने बैलों को हालेलुया खेतों में जोतने वाले एक व्यक्ति थे। അദ്ദേഹം പാടത്ത് കാള കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാവ് തന്നെ തേടി ചെല്ലുന്നത്. जो वो खेत को जोत रहे थे, हालेलुया उस समय एलिया जो है उसकी खोज में उसको तलाशते हुए आए। വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എലീശയുടെ മേൽ കൊണ്ടിട്ടു. खेत में जब एलीशा काम कर रहे थे, मेहनत कर रहे थे, उस समय एलिया ने अपनी चादर उसके ऊपर डाल दी। ഈ സമയത്ത് കാളയും കലപ്പയും അപ്പനെയും അമ്മയൊക്കെ വിട്ട് തന്റെ പുറകെ പോയെന്നാണ് ബൈബിൾ പറയുന്നത്. बाइबल हमें सिखाती है कि उस समय एलीशा ने अपने बैलों को, अपने हल को, अपने माता पिता को, सब लोगों को छोड़कर वो एलिया के पीछे हो लिया। സത്യത്തിൽ എലീശ അതെല്ലാം വിട്ടത് ഇരട്ടി ശക്തിയുടെ അഭിഷേകത്തിന് വേണ്ടിയായിരുന്നു. देखो एलीशा ने जो सारी चीजें इसलिए छोड़ी ताकि वो उस अभिषेक के दुगने भाग को पा सके। ഇരട്ടി അഭിഷേകം, അനോയിന്റിങ്, അധികാരം ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലത് നാം ഈ പ്രഭാതത്തിൽ വിടുവാൻ തയ്യാറാകണം. हालेलुया परमेश्वर की आत्मा के दुगने अभिषेक को, दुगने भाग को जो लोग अपने जीवन में चाहते हैं, उनसे मैं कहता हूं जो छोड़ना है उन्हें हमें छोड़ने के लिए हम तैयार हो जाएं। കാളയും കലപ്പയും എല്ലാം അതെ ദൈവത്തിന് വേണ്ടി കത്തിച്ച് ചാരമാക്കുകയായിരുന്നു. देखो वहां पर एलीशा को देखते हैं, अपने बैलों को, हालेलुया हल को, जो कुछ उसके पास था सब कुछ उसने जलाकर उसको भस्म कर दिया। താൻ ആ വയലിൽ നിന്ന് പോരുമ്പോൾ ഇന്നലെ വരെ കൂട്ടിക്കൊണ്ട് നടന്ന കാളയും കലപ്പയും ഒന്നും പിന്നെ അവിടെ ഇല്ല, അതെല്ലാം ചാരമായി മാറി. देखो प्रभु के नाम के लिए जब एलीशा निकला उस समय तक जो बैल, जो हल, जो कुछ उसके पास था सब कुछ जलाकर खत्म करके वो वहां से निकला है। अब उसके पास और कुछ बचा भी नहीं है। ചാരമാക്കേണ്ടത് മുഴുവനും ഈ പ്രഭാതത്തിൽ ചാരമാക്കുക. जो कुछ जलाकर राख बनाना है उनको आज सुबह हम राख बना दे। അദ്ദേഹം എന്നേക്കുമായി അത് മുഴുവനും നശിപ്പിച്ചതുപോലെയാണ്. ഞാൻ അതിനർത്ഥം ഞാൻ ഇനി ഇങ്ങോട്ടില്ല എന്നുള്ളതാണ്.
एलीशा ने जिस प्रकार हमेशा हमेशा के लिए उन वस्तुओं को खत्म कर दिया, इसका मतलब यही है कि अब मैं दोबारा कभी यहां पर लौट कर नहीं आऊंगा। അതെ, ഇന്ന് പകരം പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേൽ ഒരു ഇരട്ടി അഭിഷേകം വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു. आज सुबह परमेश्वर की आत्मा इस प्रकार कह रही है कि आपके ऊपर भी आत्मा का दुगना भाग प्रकट होने का समय आ चुका है। ഇരട്ടി ശക്തിയുടെ ദൈവ കൃപയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ചിലത് നാം വിട്ടുകളയുവാൻ തയ്യാറാകുക. उस दुगने भाग के, उस बड़े सामर्थ के लिए, अभिषेक के लिए जो कुछ हमें छोड़ना है इन दिनों में हम छोड़ने के लिए तैयार हो जाए प्रियो। അങ്ങനെ വിട്ടുകളഞ്ഞ എലീശയുടെ മേൽ ഇരട്ടി ശക്തിയുടെ പുതപ്പ് വീണതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. इस प्रकार हालेलुया एलीशा ने जो कुछ उसके पास था, जो छोड़ दिया, आखिर में उसके ऊपर आत्मा का दुगना भाग प्रकट होते हुए हम देख सकते हैं। പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ ഇരട്ടി ശക്തി പ്രാപിക്കണമെന്നുള്ള ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ത്വരയായിരുന്നു, ഒരാഗ്രഹമായിരുന്നു, ഇരട്ടി ശക്തി എങ്ങനെയെങ്കിലും പ്രാപിക്കണം. और आगे के समयों में, आगे की सेवकाइयों में एलीशा के जीवन को देखते हैं कि उसके हृदय की एक ही इच्छा थी कि मुझे परमेश्वर की ओर से किसी ना किसी प्रकार आत्मा का दुगना भाग पाना है। ചിലർക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കാലങ്ങൾ പഴകുമ്പോൾ അഭിഷേകത്തെക്കുറിച്ചുള്ള ഈ ആഗ്രഹവും വാഞ്ചയും ത്വരയൊക്കെ അകത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. और कुछ लोगों के जीवन में जब हम देखते हैं हालेलुया, जिस प्रकार प्रभु में हालेलुया एक एक साल जब बढ़ता जाता है, उनके हृदय में जो परमेश्वर के प्रति इच्छा जो है, अभिषेक के प्रति जो इच्छा है, जो प्यास है, वो कम होने लगती है। ഇത് മതി, ഇത്രത്തോളം മതി, എങ്ങനെയെങ്കിലും കുന്തി ഉരുട്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് പോയാൽ മതി എന്നുള്ള ചിന്തകൾ പലപ്പോഴും ഹൃദയത്തിനകത്ത് കയറാറുണ്ട്. और अनेक लोगों के हृदय में इस प्रकार के विचार आ जाते हैं कि जितना पाया है, जितना हासिल किया है, जितना अभिषेक पाया है, ये सब बहुत है, हालेलुया, अब कैसे ना कैसे आगे का जीवन भी जीना है। എന്നാൽ എലീശ പറയും, അടക്കാനാകാത്ത ഒരു ആഗ്രഹം, ഇരട്ടി ശക്തിയുടെ അഭിഷേകത്തിന് വേണ്ടി ഞാൻ കൊതിക്കുന്നു. मगर एलीशा इस प्रकार कहते हैं कि नहीं, जो पाया है वो उतना काफी नहीं है, उस आत्मा के दुगने भाग के लिए मैं और चाहता हूं, मैं और इंतजार कर रहा हूं। അഭിഷേകം നിന്നിലേക്ക് വരികയില്ല, നീ കൊതിച്ചെങ്കിൽ മാത്രമേ ദൈവശക്തി നിന്നിലേക്ക് വരികയുള്ളൂ. परमेश्वर के प्रियो, अभिषेक जो है अपने आप से आपके ऊपर नहीं आ सकती, मगर आपके हृदय में यदि उसके लिए एक प्यास होगा, एक इच्छा होगी, तो ही वो आपके अंदर आएगा। പലരും ഈ ദിവസങ്ങളിൽ മങ്ങിപ്പോയി, പലരും ഉയരുവാനുള്ള ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, ഈ ദിവസങ്ങൾ ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി, ഇരട്ടി ദൈവകൃപയ്ക്ക് വേണ്ടി, ഇരട്ടി ദൈവിക ശക്തിക്ക് വേണ്ടി കൊതിക്കുന്നവരാരെങ്കിലും उണ്ടോ, നിന്റെ മേൽ ആ പുതപ്പ് വീഴുവാൻ സമയമായിരിക്കുന്നു. इन दिनों में परमेश्वर की आत्मा इस प्रकार कह रही है कि यदि कोई ऐसा है जो उस अभिषेक के दुगने भाग के लिए चाहते हैं, जो उस आत्मिक हालेलुया अभिषेक के प्यासे हैं, परमेश्वर की आत्मा कहती है कि आपके ऊपर उस दुगने हालेलुया आत्मा के भाग का चादर जो है गिरने जा रहा है। കാളയും കലപ്പയും എല്ലാം വിട്ടുകളഞ്ഞിട്ടുള്ള ഓട്ടം ഇരട്ടി ശക്തിയുടെ ആ പുതപ്പിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. एलीशा ने जो अपने बैलों को, अपने हलों को जो छोड़कर वो आगे बढ़ा, वो आत्मा के उस दुगने भाग को पाने के लिए था। അതുകൊണ്ട് നാം ചിലത് വിടുവാൻ തയ്യാറാകും. इसलिए हमें भी जो छोड़ना है वो छोड़ने के लिए तैयार हो जाएं। പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. पहले मैंने एक कहानी इस प्रकार सुनी है, നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാകാനാണ് ചാൻസ്. और आप लोगों ने भी उस कहानी को शायद सुना होगा। ഈ മലയോര പ്രദേശങ്ങളിൽ ഉരുള് പൊട്ടുമ്പോൾ, और जब पहाड़ी इलाकाओं में जब कोई इस प्रकार का जब विस्फोट होता है, ഈ മഴക്കാലങ്ങളിൽ വലിയ മലകളൊക്കെ പൊട്ടി ഒലിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ സ്വാഭാവികമാണ്. और हम देखते हैं कि ये बारिश के समय में लैंडस्लाइड होते हुए हम देख सकते हैं, और पहाड़ी इलाकों में वो ज्यादा होता है। അങ്ങനെ വലിയ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് താഴ്വരകളിലുള്ളവർ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് പലതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പുഴയുടെ തീരത്ത് നിൽക്കുന്നത്. और इस प्रकार जब लैंडस्लाइड होता है, उस समय पानी जो ऊपर से पहाड़ी इलाकों से पानी बहुत तेजी से नीचे की ओर बहकर आता है, तो नीचे तराई में रहने वाले लोग जो है समुद्र या इस नदियों के किनारे जाकर बड़े इंतजार के साथ खड़े रहते हैं। ഈ കുടിലുകളും വീടുകളൊക്കെ തകരുമ്പോൾ അവിടുത്തെ പാത്രങ്ങൾ പിടിക്കാൻ, അവിടുത്തെ വസ്തുക്കളൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ചുപേർ ഇങ്ങനെ ഈ താഴ്വരകളിലൊക്കെ നിൽക്കും. तराई में कुछ लोग जाकर इसलिए खड़े होते हैं कि ताकि झोपड़ियां, जो घर जो हालेलुया उस पानी के बहाव में बहते हुए आते हैं, तो उस उन घरों में जो रसोई के सामान भी बहता हुआ आता है, उसको लेने के लिए, पकड़ने के लिए कुछ लोग नीचे तराई में जाकर खड़े हो जाते हैं। തടികളും മരക്കഷ്ണങ്ങളും വീട്ടിലെ പാത്രങ്ങളൊക്കെ ഒഴുകി വരുമ്പോൾ അവർ നീന്തി ചെന്ന് പിടിക്കുക പതിവാണ്. हालेलुया, लोग क्या करते हैं इस प्रकार, घर जो है, घर जब पानी में बहता हुआ आता है, तो उस घर के अच्छे अच्छे जो सामान है उसको उठाने के लिए लोग खड़े रहते हैं। അങ്ങനെ മഴ പാച്ചിലിൽ കുറച്ചുപേർ ഇങ്ങനെ പിടിക്കുവാൻ നിൽക്കുമ്പോൾ, और ऐसे इस बड़े पानी के बहाव में बहते हुए आते हुए सामान को पकड़ने के लिए जब लोग खड़े रहते हैं, അവർ നോക്കുമ്പോൾ ഒരു കമ്പിളി പുതപ്പ് ഒഴുകി വരികയാണ്. तब किसी ने देखा, ऐसे देखते ही देखते एक व्यक्ति ने देखा कि एक कंबल जो है वो बहता हुआ आ रहा है। അവർക്ക് അതൊരു കമ്പിളി പുതപ്പായിട്ട് തോന്നി. और दूर से देखा तो लगा कि वो एक कंबल है। ഒരു തീരുമാനം എടുത്ത് മഞ്ഞുകാലത്തൊക്കെ പുതച്ചിരിക്കാൻ നല്ലതാണ്, നമുക്കത് നീന്തി പിടിക്കാം. तब उन लोगों ने जो नीचे तराई पर खड़े थे, उन्होंने सोचा कि ठंड के समय में हम इस कंबल का इस्तेमाल कर पाएंगे, ये अच्छा कंबल दिख रहा है, इसलिए जाकर हम पकड़ लेते हैं। നല്ല കമ്പിളി പുതപ്പാണെന്ന് തോന്നുന്നു, നമുക്ക് നീന്തി പിടിക്കാമെന്ന് പറഞ്ഞ് അവർ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. और पानी बहुत ज्यादा वहां पर भरा हुआ था, उन्होंने बोला कि ये अच्छा कंबल है, इसलिए हम जाकर उठा लेते हैं, बोलकर उस पानी में वे लोग कूद पड़े।
നീന്തി ചെന്ന് അവർ കമ്പിളി പുതപ്പിൽ പിടിക്കുമ്പോൾ കമ്പിളി പുതപ്പ് അവരെ തിരിച്ചു പിടിച്ചു. हालेलुया। जब तैर कर जाकर जब उन्होंने जो सोचा कि जो कंबल है, कंबल जाकर जैसे ही उन्होंने पकड़ा तो हम देखते हैं उस कंबल ने इन लोगों को पकड़ लिया। സത്യത്തിൽ അതൊരു കരടിയായിരുന്നു. वास्तविक रूप से वो कंबल नहीं था, वो एक बालू था। പിന്നീട് കരടി അവരെ പിടിക്കുകയായിരുന്നു. आगे को हम देखते हैं कि उस बालू ने उन लोगों को पकड़ लिया। അവരെ വിടുവാൻ ശ്രമിച്ചിട്ടും കരടി അവരെ വിടുന്നില്ല. देखो अब ये लोग छोड़ना चाहते थे मगर वो बालू उनको नहीं छोड़ रहा था। സത്യത്തിൽ ആരെ പിടിക്കണമെന്ന് കരുതി കരടി ഒഴുകി നടന്നപ്പോഴാണ് കുറച്ചു പേർ പിടിക്കുവാൻ വേണ്ടി നീന്തിച്ചെന്നത്. देखो बालू इस ताक में था कि मैं किसको पकड़ूं, इस तलाश में वो बैठा हुआ था। ऐसे समय में ये लोग हालेलुया उस बालू को जाकर पकड़ बैठे हैं। പിന്നീട് അവർ അത്ര ശ്രമിച്ചിട്ടും കരടി അവരെ വിടുന്നില്ലായിരുന്നു. उसके बाद को हालेलुया उन्होंने कितनी भी कोशिश करी मगर बालू उन्हें नहीं छोड़ रहा था। സത്യത്തിൽ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ വിടണമെന്നുണ്ട്, പക്ഷേ നമ്മളെ വിടാതെ പിന്തുടരുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. परमेश्वर के प्रियो, हमारा जीवन भी बहुत बार इस प्रकार हो जाता है। हम बहुत सारी चीजों को छोड़ना तो चाहते हैं मगर वो वस्तुएं हमें नहीं छोड़ती। നമ്മൾ പലതിനെയും വിട്ടതാണ്, പക്ഷേ പലതും നമ്മളെ ഇന്നും കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. हमने बहुतों को छोड़ दिया है मगर वो सारी वस्तुएं आज भी हमें पकड़ी हुई है, हमें नहीं छोड़ रही हैं। എന്നാൽ ഇന്ന് പകൽ പലതിനെയും മനഃപൂർവ്വം നാം വിട്ടുകളഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. मगर यदि आज हालेलुया जानबूझ के और भी हालेलुया बड़े मजबूती के साथ जिन चीजों को छोड़ना है यदि हम छोड़ते हैं तो परमेश्वर का काम हमारे ऊपर प्रकट होगा। ശാപങ്ങളും രോഗങ്ങളും ദുരന്തങ്ങളും എന്തുമാകട്ടെ, ജീവിതത്തെ നമ്മെ കയറി പിടിക്കുന്നതിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ നമുക്കൊരു സ്വാതന്ത്ര്യം തരുവാൻ ആഗ്രഹിക്കുന്നു. हमारे जीवन को पकड़ने वाले श्राप हो सकते हैं, बीमारियां, परेशानियां, हालेलुया जो कुछ भी क्यों ना हो, उन सारी चीजों को छोड़कर प्रभु को पकड़ ले। परमेश्वर हमें बड़ी आजादी देगा। നിന്റെ ഉയർച്ചകളെയും നന്മകളെയും തടയുന്ന തടസ്സങ്ങൾ ഏതാണോ അതിനെ മുഴുവൻ ദൈവശക്തിയാൽ വിട്ടുകളയുവാൻ തയ്യാറാകുക. आपकी ऊंचाइयों को, आपकी बढ़ोतरियों को, आपकी आशीषों को रोकने वाली कौन सी चीजें हैं, उन सबको छोड़ दे। हालेलुया परमेश्वर आपकी सहायता करेंगे। അതെ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഇതിനായി ഒരു നിയോഗം നമ്മുടെ മേൽ പകരാൻ പോകുകയാണ്. इन दिनों में एक बड़ी अगुवाई परमेश्वर उसके लिए हमें देने जा रहे हैं നാം ചിലത് വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ ഭക്തിയെ കയറി മുറുകെ പിടിക്കുക. और हमें अपने जीवन की चीजों को छोड़कर परमेश्वर के भय और भक्ति को पकड़ लेना है। അയ്യൂബ് തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചെന്നാണ് വാക്യം. और वचन कहता है कि अय्यूब ने अपने भय भक्ति को पकड़े रहा। നാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുക. हम भी परमेश्वर को और परमेश्वर की उपस्थिति को है जो है वो पकड़े रहें। അതേ ദിവസങ്ങൾ ചിലത് വിട്ടുകളയുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. इन दिनों में हालेलुया जो चीजें छोड़नी है उसको छोड़ने के लिए परमेश्वर हम पर अनुग्रह करने पाए। യേശു കർത്താവ് ഒരു പ്രസംഗം കഴിഞ്ഞ് നിൽക്കുമ്പോൾ एक बार हालेलुया यीशु मसीह एक प्रचार करने के बाद जब वो खड़े थे, ആ മെസ്സേജ് കഴിഞ്ഞപ്പോൾ അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി. देखो उस संदेश को बोलने के बाद अनेक चेले जो यीशु के थे उन यीशु को छोड़कर चले गए। സാധാരണക്കാരല്ലായിരുന്നു, അവന്റെ ശിഷ്യന്മാരായിരുന്നു അവനെ വിട്ടുപോയി. साधारण लोग नहीं थे प्रियो, मगर यीशु के चेले थे जो यीशु को छोड़कर चले गए। 12 ശിഷ്യഗണങ്ങൾ കൂടാതെ തനിക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 चेलों के अलावा भी बहुत सारे चेले यीशु के थे। ബൈബിൾ പറഞ്ഞ അവൻ 70 പേരെ പറഞ്ഞയച്ചു എന്നൊക്കെ വാക്യമുണ്ട്. बाइबल में हम ऐसा भी देखते हैं कि 70 लोगों को यीशु ने कुछ काम के लिए भेजा। അവരെ വേലയ്ക്കായി അയക്കുമ്പോൾ അവരുടെ മുമ്പിൽ സാത്താൻ മിന്നൽ പിണരി പോലെ വീഴുന്നതായി യേശു കണ്ടിരുന്നു. देखो उन 70 लोगों को यीशु ने जब प्रभु की सेवकाई के लिए भेजा तब उन्होंने आकाश में से हालेलुया अंधकार की शक्तियों को नीचे गिरते हुए भी देखा है। അവർ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങി വന്നത്. वे लोग खुशी के साथ हालेलुया वापस लौट कर आए हैं। സത്യത്തിൽ ദൈവം അയച്ചിട്ട് പോയി ഞാൻ തിരിച്ചു വന്നാൽ സന്തോഷത്തോടു കൂടിയായിരിക്കും ഒരു മിനിസ്റ്റർ കഴിഞ്ഞ് നാം വീട്ടിൽ വരുന്നത്. प्रियो यदि परमेश्वर की अगुवाई में हालेलुया परमेश्वर के भेजे द्वारा हम जाकर सेवकाई करके आएंगे तो बहुत ही खुशी के साथ हम घर लौट सकेंगे। ഒരു മിനിസ്ട്രി ഒക്കെ ചെയ്യുന്നവരായിരുന്നു. वे लोग प्रभु की सेवकाई करने वाले लोग थे। എന്നാൽ ഒരിക്കൽ യേശു പറഞ്ഞൊരു വീടുണ്ട്, അതെ അതിനെ വിട്ട് പലരും പോയിരിക്കുകയാണ്. मगर यीशु ने एक दिन इस प्रकार कहा कि मुझे छोड़कर अनेक लोग चले गए हैं। അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി. उस दिन से अनेक यीशु के जो चेले थे यीशु को छोड़कर चले गए। ബൈബിൾ പറഞ്ഞു പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചിട്ടില്ല. बाइबल कहती है कि आगे को हम उन चेलों को यीशु के पास दोबारा वापस चलते हुए हमने नहीं देखा है। യേശു 12 ശിഷ്യഗണങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? यीशु ने अपने 12 नजदीकी चेलों से भी पूछा कि क्या तुम भी मुझे छोड़कर जाना चाहते हो। പലരും യേശുവിനെ വിട്ടുപോയിരിക്കുകയാണ്. देखो बाकी अनेक लोग यीशु को छोड़कर जा चुके हैं। ഞാൻ തുറന്നു വീണ നിമിഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലകളിൽ കർത്താവിനെ സേവിച്ചവർ പലരും യേശുവിനെ വിട്ടുപോയി. देखो आज भी हम देखते हैं कल तक जितने लोगों ने यीशु से प्रेम किया, यीशु की सेवकाई करी, उनमें से अनेक लोग आज छोड़कर चले गए हैं। പലരും ദൈവസ്ഥാനത്ത് ഔട്ടായി. अनेक लोग परमेश्वर की उपस्थिति से बाहर हो चुके हैं। പലരും മിനിസ്ട്രിയിൽ നിന്നും പുറത്തുപോയി. अनेक लोग सेवकाई से बाहर निकल चुके हैं। യേശുവിനെ നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? और यीशु ने उनसे पूछा कि क्या तुम लोग भी मुझे छोड़ना चाहते हो। ആ പദത്തിനർത്ഥം ഞാൻ ആർക്കും ഒരു കെട്ടല്ല, ഞാൻ ആർക്കും ഒരു ബന്ധനമല്ല.
इसका मतलब है यीशु कहना चाहते थे कि मैं किसी के जीवन में एक हालेलुया बंधन नहीं हूं, एक रुकावट नहीं हूं। പോകേണ്ടുന്നവർക്ക് പോകാം, നിൽക്കേണ്ടുന്നവർക്ക് നിൽക്കാം. जो लोग जाना चाहते हैं वो जा सकते हैं, जो लोग रुकना चाहते हैं वो रुक सकते हैं। പത്രോസിന്റെ മറുപടി, നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? पतरस ने इस प्रकार बोला कि तुझे छोड़कर हम कहां जाएं। സത്യത്തിൽ കർത്താവിനെ വിട്ടൊന്നും നമുക്കാർക്കും പോകുവാൻ കഴിയില്ലെന്നുള്ളതാണ് സത്യം. परमेश्वर के प्रियो, ये सच है कि ये सच बात है कि हम उस मसीह को छोड़कर, परमेश्वर को छोड़कर कहीं नहीं जा सकते हैं। ആയുസ് ദൈവത്തിന് വേണ്ടി കൊടുത്തവർക്കാർക്കും കർത്താവിനെ വിട്ടു പോകുവാൻ കഴിയുകയില്ല. जिन्होंने अपना जीवन मसीह को दिया है, वो लोग अपना जीवन हालेलुया मसीह के साथ छोड़कर कहीं नहीं जा सकते। കാരണം കർത്താവിന് വേണ്ടി പടകും വലയും വിട്ട മനുഷ്യനായിരുന്നു പത്രോസ്. क्योंकि परमेश्वर के लिए या यीशु मसीह के लिए अपनी नाव, अपनी जाल को छोड़ा हुआ व्यक्ति था पतरस। അതുകൊണ്ട് അവൻ പറയും, കർത്താവിനെ വിട്ടു പോകുവാൻ എനിക്കാകില്ല. इसलिए पतरस कहता है कि मैं तुझे छोड़कर नहीं जा सकता। എത്ര പേർ പറയും, കർത്താവേ അങ്ങയെ വിട്ടുപിരിയാത്തൊരു ജീവിതം, ഒരു ലൈഫ് ഞാൻ ആഗ്രഹിക്കുകയാണ്. कितने लोग इस प्रकार कह सकते हैं कि है परमेश्वर आपको हालेलुया आपको ना छोड़े हुए, आपसे बिछड़कर एक जीवन नहीं जीना चाहता, आपके साथ मैं रहना चाहता हूं। ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ഒരു സെക്കൻഡ് പോലും കർത്താവിന്റെ സാന്നിധ്യത്തെ വിട്ടുപിരിയാത്തൊരു ജീവിതം എത്ര പേർ ആഗ്രഹിക്കുന്നു? और इस नए साल में परमेश्वर की उपस्थिति से बिछड़कर एक भी पल ना रह सके, उस प्रकार के अनुभव में कितने लोग जीना चाहते हैं। ഇടതടവുകളില്ലാതെ ദൈവത്തെ സേവിച്ച് ദൈവ സാന്നിധ്യത്തെ ജീവിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം ഒരു അഭിഷേകം നമ്മുടെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. और इन दिनों में परमेश्वर के उस बड़े अभिषेक के साथ, जो परमेश्वर के साथ बने रहते हैं, परमेश्वर के साथ चलने के उस बड़े अभिषेक को प्रभु देना चाहते हैं। യക്ഷനാമിൽ പ്രഭാതത്തിൽ പലതിനെയും വിട്ടുകളയുവാൻ തയ്യാറാകുക. मगर आज सुबह के समय जो कुछ हमें छोड़ना है उसे छोड़ने के लिए तैयार हो जाए। അതെ, ഒരു വലിയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി അബ്രഹാം മെസ്സപ്പൊട്ടോമി വിട്ടതുപോലെ, बड़े वायदाओं के लिए जिस प्रकार अब्राहम ने मकुदुनिया को छोड़ा, ഒരു യുദ്ധത്തിന് വേണ്ടി ദാവീദ് ആട്ടിൻ പറ്റങ്ങളെ വിട്ടുകളഞ്ഞതുപോലെ, और उस बड़े युद्ध के लिए जिस प्रकार दाऊद ने अपने भेड़ बकरियों को छोड़ा, ഒരു വലിയ രാജ്യങ്ങളുടെ പ്രവാചകനാകുവാൻ വയലിലെ കാളയും കലപ്പയും വിട്ടുകളഞ്ഞ എലീശയെ പോലെ, एक देश के बड़े भविष्यवक्ता बनने के लिए जिस प्रकार खेत के बैलों को, हल को छोड़ा हुआ उस एलीशा के समान, നമ്മുടെ ഉയർച്ചകളെ തടയുന്നത് എന്താണോ അതിനെ മുഴുവൻ ദൈവശക്തിയാൽ വിട്ടുകളയുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് അഭിഷേകം പകരട്ടെ. हमारे जीवन की ऊंचाइयों को, बढ़ोतरियों को रोकने वाली जो भी बातें हैं उसको छोड़ने, परमेश्वर के अभिषेक में छोड़ने के लिए प्रभु हमें सामर्थ्य देने पाए। കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सबको आशीषित